നീ ആദ്യമായിട്ട് നടാൻ പോകുന്ന തൈയാണ് കേട്ടോ. നീ എന്നെപ്പോലെ നല്ലൊരു കർഷകനാകണം. നിന്റെ അധ്വാന ഫലം കൊണ്ട് നാളെ ഈ നാട്ടുകാരുടെ എല്ലാം വിശപ്പ് മാറണം. നിന്റെ ജീവിതാവസാനം വരെ ഈ മരം ഇവിടെ ഉണ്ടാവും. കൃഷി വകുപ്പ് ഡയറക്ടർ ജോൺ ബാബു IAS വിളിച്ചു എന്ന് തന്നെ പറയണം. എല്ലാം ശരിയായ രാത്രി വിളിക്ക്. അതേടോ, ഫാമിലിയുടെ കൂടെ ഒരു വെക്കേഷൻ, നമുക്കും വേണ്ട ഒരു റിലാക്സേഷനൊക്കെ. ഒരു ഫാം റിസോർട്ട്, അതാകുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണല്ലോ. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ പാവം കൃഷിക്കാർ നല്ല രീതിയിലൊക്കെ കൃഷി ചെയ്തു പോകുന്നു. ഞാൻ സാധാരണ ഫാം റിസോർട്ടിലാണ് പോകാറുള്ളത്. എന്നാൽ ശരി, പിന്നെ വിളിക്കാം കേട്ടോ. നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരുപാട് തരം കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ മുമ്പോട്ട് വെച്ച കുറേ പ്രപ്പോസൽസ് കാരണമാണ് ഇതെല്ലാം നടന്നത്. അങ്ങനെയെങ്കിൽ ഈ പാവങ്ങളെ രക്ഷപ്പെടട്ടെന്നേ. ഡാഡി, ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ പോയാലേ മൊത്തമായിട്ട് സൺസെറ്റ് കാണാതെ ഇവിടുത്തെ റിസോർട്ട് പോകുമ്പം പറഞ്ഞേ. അവിടെ നിന്നാ ദൂരെ കടൽ കാണാമെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. ഇനി ഇപ്പൊ അവിടെ വരെ പോകാനൊന്നും വയ്യ. നമുക്കൊന്ന് പോവായിരുന്നു. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ. അതിവിടെ അടുത്താണ് സാർ, വേഗം പോയി വരാവുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോവാം. എന്താ പിന്നെന്താ പോവാലോ. എന്നാ നീ പിള്ളേരെയും കൊണ്ട് പോയിട്ട് വാ. എനിക്കാണെങ്കിൽ കുറച്ച് ഒഫീഷ്യൽ മെസ്സേജ് നോക്കാനും ഉണ്ട്. നിങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്കത് നോക്കി വെക്കാമല്ലോ. എന്നാ അങ്ങനെ ആവട്ടെ. നിങ്ങൾ വാ പിള്ളാരെ. നിനക്ക് വണ്ടി ഓടിക്കാനൊക്കെ അറിയാവോ? ഞാൻ ഓഫ് റോഡ് ഡ്രൈവറാണ് മാഡം. മാഡം ധൈര്യമായിട്ട് വന്നോളൂ. മിനിച്ചേട്ടാ, വേഗം വേഗം. ചാക്കോച്ച, വേഗം വാ, വേഗം വാ. എടാനുവേ, എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. പുള്ളി അകത്ത് കയറിയിട്ടുണ്ട്. അവരിവിടുന്ന് പ്ലാൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷെ എപ്പോ വേണം തിരിച്ചു വരാം. ചിന്തിച്ചു കാര്യമില്ല ചേട്ടാ. നിങ്ങൾ ഇന്ന് വാതിൽ തുറന്നു വാ. എന്തായാലും ആരവരൊക്കെ? സാറേ, ഞങ്ങൾ ഈ നാട്ടിലെ കർഷകരാ. സാറിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ. അതിനിങ്ങനെയാണോ കയറി വരുന്നത്? കൃഷിയും കാര്യങ്ങളെല്ലാം ഓഫീസിൽ. വേറെ സ്ഥലം വേണം നോക്ക്. എന്താണ് ഉദ്ദേശം? ഞാൻ ആരാണെന്ന് ശരിക്കറിയാലോ. എന്നെ ഉപദ്രവിക്കാനെങ്ങാനും ശ്രമിച്ച മക്കളെ നിങ്ങൾ പുറം ലോകം കാണില്ല കേട്ടോ. സാർ, ഞങ്ങൾ സാറിനെ ഉപദ്രവിക്കാൻ വന്നതല്ല. ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് അവസാന ശ്രമമെന്ന രീതിയിൽ സാറിനെ കാണാൻ വന്നതാണ്. ഒരുപാട് നിവേദനങ്ങൾ നൽകിയിട്ടും ഒരു മാറ്റവും വരാത്ത കാര്യങ്ങൾ സാറിനോട് നേരിട്ട് സംസാരിക്കണമെന്ന് തോന്നി. എന്താ നിങ്ങളുടെ പ്രശ്നം? പറയേ. ഞങ്ങളുടെ തൊഴിൽ എന്താണെന്ന് സാറ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. എന്താ? കൂടെ പഠിച്ച എല്ലാവരും വിദേശത്തേക്ക് പോയപ്പോൾ നാട്ടിൽ നിന്നവനാ സാർ. ഞാൻ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിച്ചവനാ. പക്ഷെ എൻ്റെ കല്യാണം പോലും ഇതുവരെ നടന്നിട്ടില്ല. സാർ, ഐ നീഡ് എ ഡെഫിനിഷൻ ഫോർ ദ പ്രൊഫഷൻ കോൾഡ് ഫാമർ. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ സ്ഥലങ്ങൾ വാങ്ങുമ്പോൾ കാട്ടുമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ പലതായിരുന്നെങ്കിൽ ഇന്ന് അതൊന്നും നടക്കാത്ത അവസ്ഥയാണ്. സ്ഥലം വിൽക്കാമെന്ന് വിചാരിച്ചാൽ താഴ്വാരത്തെ ടൗണിലെ അതേ ഫെയർ വാല്യൂ ആണ് ഇവിടെയും. അത്രയും വിലയ്ക്ക് ആർക്കും സ്ഥലം വേണ്ട. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് ഒരു കമ്മീഷൻ വെക്കാനായിട്ട് ഞാൻ ശുപാർശ ചെയ്യാം. എത്രയെത്ര കമ്മീഷനുകൾ വന്നു സാറേ. അതിൽ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പുറത്തു വന്നോ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടേ? കൃഷിയും ഗവൺമെൻറ് ജോലി പോലെ ആക്കണം. ബേസിക് സാലറിയും പെൻഷനും കിട്ടുന്ന രീതിയിൽ. അതെങ്ങനെ നടക്കും? ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ട് സാർ. നിശ്ചിത വിലയിൽ താഴെ ഒരിക്കലും ഒരു കാർഷികോൽപ്പന്നങ്ങളും പോവാതെ നോക്കണം. സഹകരണ കൃഷികൾ നടത്താൻ പറ്റണം. പട്ടാളക്കാരെയും ശാസ്ത്രജ്ഞരെയും പോലെ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളൊന്നാണ് കർഷകരും. അവർക്ക് കിട്ടുന്ന അതേ ആനുകൂല്യങ്ങളും സ്ഥാനങ്ങളും എല്ലാ മേഖലയിലും ഞങ്ങൾക്കും കിട്ടണം. നല്ല ഡിഗ്നിറ്റിയുള്ള ജോബായി മാറണം കൃഷിയും. അന്നത്തിന് പകരം നാളിതുവരെ മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ല സാറേ.
എവിടെ നിന്നോ വരുന്ന വിഷം മുഴുവൻ നമ്മൾ കഴിക്കുമല്ലേ? കൃഷി ഗവൺമെന്റ് ജോലി പോലായാൽ കൃത്യമായ മേൽനോട്ടത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മുടെ യുവാക്കൾ ഇറങ്ങില്ലേ സാറേ? ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നതിലെ കിസാൻ ഇല്ലാതാവുകയല്ലേ? ഒരു ജവാനെ പോലെ കൃഷിക്കാരനെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നിങ്ങളടക്കമുള്ള ഭരണ സംവിധാനത്തിനില്ലേ? ഡ്രോൺ സംവിധാനങ്ങളൊക്കെ ഗ്രാമങ്ങളിലെ കൃഷിയിൽ കൂടി വന്നിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന മാറ്റങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സാർ. സാധാരണക്കാരായ റിസർച്ച് ഫാമേഴ്സ് മലയോരത്ത് നിരവധിയുണ്ട്. അവർക്ക് ഫണ്ട് കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചാൽ ചെറിയ ചെലവിൽ മികച്ച ആശയങ്ങൾ വരില്ലേ സാർ? സാർ ഞങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നറിയാം. പക്ഷേ അതെല്ലാം സാറിൻ്റെ കൺമുന്നിലെ വലിയ കർഷകർക്കിടയിൽ മാത്രമേ പ്രാപ്തിയുമായിട്ടുള്ളൂ. ഗ്രാമങ്ങളിലെ കർഷകർ ഇപ്പോഴും കഷ്ടപ്പാടിൽ തന്നെയാണ് സാർ. എനിക്കിതിൽ ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ പോ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഓക്കെ സാർ, ഞങ്ങൾ പോകുവാണ്. സാറിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വാ. ഒരു മിനിറ്റ്. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ അതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം സംഭവിക്കുകയാണെങ്കിൽ അതൊരു വിപ്ലവമായിരിക്കും. ശരിയാണ് സാർ. മറ്റു രാജ്യങ്ങളിൽ പോയി റിസ്ക് എടുത്ത് പണിയെടുക്കുന്ന ചെറുപ്പക്കാരിൽ പലരും കൃഷിക്കാരായി നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കും. അതെ, പബ്ലിക് പ്രൈവറ്റ് കമ്മ്യൂണിറ്റി പാർട്ട്ണർഷിപ്പ്. കൃഷിയുടെ പുതിയ ഇനിഷ്യേറ്റീവ്സ് ഒരുപാടുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞ ആ ലെവലിലേക്ക് ഉയരണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കേരളത്തിൽ കൃഷി മാത്രം തൊഴിലാക്കിയ കർഷകരെല്ലാവരും വീഡിയോ എടുക്കണം. വീഡിയോയോ? അതെന്തിനാ? ഒരു കർഷകൻ അയാളുടെ ഒരു പ്രശ്നം സെൽഫി വീഡിയോ ആയി ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള കർഷകരോടും അതേപോലെ തന്നെ ചെയ്യാൻ പറയണം. ഇത് അപ്ലോഡ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണമെങ്കിൽ മക്കളുടെയോ കൊച്ചുമക്കളുടെയോ ആരുടെയെങ്കിലും സഹായം തേടാം. നമുക്കിതിനെല്ലാം ഒരു കോമൺ ഹാഷ്ടാഗ് വേണം. പിന്നെ വീഡിയോ ചെറുത് മതി, 1 മിനിറ്റോ അതിൽ താഴെയുള്ള വീഡിയോ മതി. ഒന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിലെ മുഴുവൻ കർഷകരും ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്താലുണ്ടാകുന്ന ആ ഇമ്പാക്റ്റ്. സോഷ്യൽ മീഡിയ മുഴുവൻ കർഷകരെ കൊണ്ട് നിറയും. രാജ്യം മുഴുവൻ ഇത് ചർച്ച ചെയ്യും. പെർഫെക്റ്റ് സാർ, ഇതാണ് ഏറ്റവും നല്ല വഴി. എങ്കിൽ നീ തന്നെ ആദ്യത്തെ വീഡിയോ ഇട്ടോളൂ, ഇപ്പം തന്നെ. പക്ഷെ സാർ, കോമൺ ആയിട്ടൊരു ഹാഷ്ടാഗ് കണ്ടെത്തണ്ടേ? ആ പേരിലല്ലേ ഈ പ്രതിഷേധം അറിയപ്പെടാൻ പോകുന്നത്? നിങ്ങളുടെ കഷ്ടതകൾക്ക് മുഴുവൻ മൂകസാക്ഷിയായി ഇവിടെ നിൽക്കുന്നത് ആരാണ്? അവനെ തന്നെ മുൻനിർത്തി പ്രതിഷേധിക്കുക. ഹാഷ്ടാഗ് മണ്ണ് സാക്ഷി. രുചിയുള്ള ഭക്ഷണം കഴിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ഭക്ഷണം ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന കർഷകന്റെ നമസ്കാരം. ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ പ്രശ്നമാണ്. ഇനി നിങ്ങളുടെ ഊഴം. ഇത് കാണുന്ന എല്ലാ കർഷകനും ഇതുപോലൊരു വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യൂ. നമ്മുടെ അവകാശം നമുക്ക് നേടിയെടുക്കാം. ഞാൻ ഈ പറഞ്ഞ പ്രശ്നത്തിന് തെളിവായോ സാക്ഷിയായോ ഒരാൾ മാത്രമേ കൂടെയുള്ളൂ. നമ്മൾ ജീവിക്കുന്ന ഈ മണ്ണ് സാക്ഷി. പപ്പ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കഴിയാൻ പോവാന്നാ തോന്നുന്നേ. ഈ വീഡിയോ ഒന്ന് നോക്കിക്കേ. ഇനി നിങ്ങളുടെ ഊഴം. ഇത് കാണുന്ന എല്ലാ കർഷകനും ഇതുപോലൊരു വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യൂ. നമ്മുടെ അവകാശം നമുക്ക് നേടിയെടുക്കാം. പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ വക്കിൽ നിന്നും പ്രതീക്ഷയോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു മലയാളി കർഷകൻ്റെ നമസ്കാരം എനിക്കും പറയാനുണ്ട്. ആര് സാക്ഷി, ഏത് സാക്ഷി, കർഷകന്റെ ചാരയായി മണ്ണ് സാക്ഷി, കർഷകന്റെ